Hi everyone. അപ്പോൾ environmental education unit 3 environmental pollution, hazards and disaster management. അതിലെ സെക്കൻഡ് പാർട്ട് അല്ലേ, വാട്ടർ പൊല്യൂഷൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെ നിർത്തിയത്? എയർ പൊല്യൂഷൻ അല്ലേ. ഇതെന്താണ്? വാട്ടർ പൊല്യൂഷൻ. കണ്ടാമിനേഷൻ ഓഫ് വാട്ടർ വിത്ത് സോലുബിൾ സീവേജ് ആൻഡ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ഈസ് കോൾഡ് എയർ പൊല്യൂഷൻ. എന്ന് പറഞ്ഞാൽ വാട്ടർ പൊല്യൂഷൻ എങ്ങനെയാവുന്ന വെച്ചാൽ നമ്മൾ ഇൻഡസ്ട്രിയലിലെ വേസ്റ്റും അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് ആണെങ്കിലും നമ്മുടെ എല്ലാ വേസ്റ്റും നമ്മൾ എവിടെ കൊണ്ടുപോയി കളയുന്നത്? ഈ റിവറിലും അതുപോലെ തന്നെ ഈ തോടുകളിലും കുളത്തിലൊക്കെയാണ് കൊണ്ടുപോയില്ലേ. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ കടപ്പുറത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ വേസ്റ്റ് പോകുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളെ ബാക്ക് ഇപ്പൊ വലിയ വലിയ കമ്പനീസിന്റെ ഒക്കെ വേസ്റ്റ്, ഇൻഡസ്ട്രിയലിന്റെ വേസ്റ്റ് ഒക്കെ എങ്ങോട്ട് അവരൊക്കെ ഇവിടുന്ന് ഈ കടലിലേക്കും അല്ലെങ്കിൽ അവിടേക്കൊക്കെയാണ് അതാണ് അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? വാട്ടർ പൊല്യൂഷൻ ഉണ്ടാവുന്നത്. ഹ്യൂമൻ ഹെൽത്ത് ഈസ് സീരിയസ്ലി ഡാമേജ് ആസ് എ റിസൾട്ട് ഓഫ് വാട്ടർ പൊല്യൂഷൻ. വാട്ടർ പൊല്യൂഷൻ ഉണ്ടാവുമ്പോൾ എന്താണ്? ഹ്യൂമന്റെ ഹെൽത്ത് ഭയങ്കരമായിട്ട് ഡാമേജ് ചെയ്യും. അത് സീരിയസ് ആയിട്ട് തന്നെ എന്താവും? ഡാമേജ് ആയിട്ട്. ദ മെയിൻ കോസ് ഓഫ് വാട്ടർ പൊല്യൂഷൻ ആർ അർബനൈസേഷൻ, ഇൻഡസ്ട്രിയലൈസേഷൻ, ഇൻക്രീസ് ഓഫ് പോപ്പുലേഷൻ. വാട്ടർ പൊല്യൂഷന്റെ മെയിൻ കോസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ അർബനൈസേഷൻ, ഇൻഡസ്ട്രിയലൈസേഷൻ. അർബനൈസേഷൻ ഒക്കെ എന്ന് പറഞ്ഞാൽ എന്താണ്? ബിൽഡിങ്സും കാര്യങ്ങളും, ഈ വാട്ടർ ബോഡീസ് ഒക്കെ എന്ത് ചെയ്യാണ്? നമ്മൾ മൂടി വെച്ചിട്ട് അവിടെ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാം. പിന്നെ ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ ഫാക്ടറീസ് ഒക്കെ അല്ലെ, ഈ ഫാക്ടറി വേസ്റ്റ് ഒക്കെ എങ്ങോട്ടാ പോകുന്നത്? ഈ കടലിലേക്കും മറ്റിടത്തേക്കൊക്കെയാണല്ലോ അല്ലെ. പിന്നെ ഇൻക്രീസ് പോപ്പുലേഷൻ കൂടുന്നതോടെ എന്ത് സംഭവിക്കുന്ന? വാട്ടറിന്റെ അവൈലബിലിറ്റി കുറയാണ്. സോഴ്സ് ഓഫ് വാട്ടർ പൊല്യൂഷൻ. വാട്ടർ പൊല്യൂഷന്റെ സോഴ്സ് എന്തൊക്കെയാണ്? ഒന്നുകിൽ ഡൊമസ്റ്റിക് സീവേജ് എന്ന് പറഞ്ഞാൽ നമ്മളെ വീടുകളിലുള്ള വേസ്റ്റ്. പിന്നെ ഇൻഡസ്ട്രിയൽ ഇൻഫ്ലുവൻസ്, നമ്മൾ പറഞ്ഞില്ലേ വലിയ ഫാക്ടറീസും കാര്യങ്ങളൊക്കെ, അവിടെ നിന്നുള്ള ഈ വേസ്റ്റ് ആയിട്ടുള്ള കെമിക്കൽ ആയിട്ടുള്ള ഐറ്റംസ് എവിടെയാണ് അവരിടുന്നത്? ഡംപ് ചെയ്യുന്നത് വാട്ടർ ബോഡീസിലാണ്. പിന്നെ തെർമൽ വേസ്റ്റ് നമ്മൾ പറഞ്ഞു, ന്യൂക്ലിയർ ബോംബ് അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ. പിന്നെ അഗ്രികൾച്ചർ പ്രൊഡക്ട്സ്, പെസ്റ്റിസൈഡ്സ്, റേഡിയോ ആക്റ്റീവ് വേസ്റ്റ്, ഓയിൽ. അല്ലെ, ഈ ഓയിൽ കമ്പനീസ് ഒക്കെ എന്താണ്? അവരെ വേസ്റ്റ് ഒക്കെ അവര് ഈ കടലിലും അവിടെ ഇവിടെയൊക്കെ ഒഴിക്കുമ്പോൾ അതെന്താണ്? വാട്ടർ പൊല്യൂഷൻ ആയിട്ട് മാറുകയാണ് അല്ലെ. എഫക്ട്സ് ഓഫ് വാട്ടർ പൊല്യൂഷൻ. എന്തൊക്കെ എഫക്ട്സ് ആണ് ഇനി വാട്ടർ പൊല്യൂഷൻ സംഭവിക്കാം? ഫസ്റ്റ് ഡയേറിയ അല്ലെ, അത് വലിയൊരു അസുഖമാണ് അല്ലെ, ഡയേറിയ എന്ന് പറയുന്നത്. മഞ്ഞപ്പിത്തൊക്കെ പോലെയാണ് ഡയേറിയ കേട്ടോ. ബിക്കോസ് ബൈ ഡ്രിങ്കിങ് വാട്ടർ കണ്ടാമിനേറ്റഡ് വിത്ത് മെർക്കുറി, കാഡ്മിയം, കൊബാൾട്ട്. അപ്പോ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടർ, ഇപ്പൊ മെർക്കുറി അല്ലെങ്കിൽ കാഡ്മിയം ഒക്കെ വെച്ചിട്ടുള്ള എന്താണ് അടങ്ങിയിട്ടുള്ള വാട്ടർ കുടിക്കുമ്പോൾ നമുക്ക് എന്ത് വരും? ഡയറിയ ഉണ്ടാവും. പിന്നെ കോളറ ഉണ്ടാവും. വിച്ച് ഈസ് ആഡഡ് ടു വാട്ടർ ടു കൺട്രോൾ ദ chlorine which is added to the water to control the growth of algae and bacteria in cooling system of power station. Many persistent stream cause mortality of plankton and fish. ഇപ്പൊ നമ്മൾ ഈ ക്ലോറിൻ വാട്ടർ ഇടുന്നില്ലേ? ഇപ്പൊ ക്ലോറിൻ എന്ത് ചെയ്യണം? വെള്ളം നന്നാവാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ക്ലോറിൻ വാട്ടർ ഇടും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? അവിടുത്തെ ആൽഗേനെയും ബാക്ടീരിയനും ഒക്കെ കൊല്ലുകയാണ്. ഇപ്പൊ ഫിഷിനൊക്കെ ക്ലോറിൻ വാട്ടറിൽ ബുദ്ധിമുട്ടാണ് ജീവിക്കാൻ. അപ്പൊ അവിടെ നമ്മൾ വാട്ടർ പൊല്യൂഷൻ ചെയ്യുന്നതാണ് സത്യം പറഞ്ഞാൽ. പിന്നെ ഇന്റൻസീവ് അഗ്രികൾച്ചർ ഇൻക്രീസ് the amount of silt in the lakes and rivers. Okay. പിന്നെന്താണ്? Siltation is a phenomena by which the gills of fish are deposited with silt. This cause heavy mortality among fishes. അവിടെ സിലിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഫിഷിന്റെ ഗിൽസ് ഒക്കെ അല്ലേ, അവരെന്ത് ചെയ്യും? സ്ലിറ്റിൽ ഡെപ്പോസിറ്റ് ചെയ്യും. The process by which soil particles, mainly slit, clay, sand, are carried by running water or wind and get deposited in rivers. ഇപ്പൊ ഈ ക്ലേ അല്ലെങ്കിൽ സാൻഡ്, സ്ലിറ്റ് ഒക്കെ പോലത്തെ സാധനങ്ങൾ എന്ത് ചെയ്യാണ്? ഒന്നും വേണ്ട, ഈ സോയിൽ ഇറോഷൻ ഒക്കെ സംഭവിക്കൂലേ? അപ്പൊ ഈ അവിടുന്ന് വരുന്ന സാധനങ്ങളൊക്കെ എങ്ങോട്ട് പോവാണ്? ഈ റിവറിലോട്ട് വന്ന് വീഴാണ് അല്ലെ. എല്ലാം കൂടി റിവറിൽ കിടന്ന് അടിയാണ്. അപ്പൊ എന്ത് സംഭവിക്കും? ഈ ഫിഷിനൊക്കെ എന്ത് സംഭവിക്കും? അതൊക്കെ ബുദ്ധിമുട്ടാവും. അവരെ ഫിഷസിനൊക്കെ മൊറാലിറ്റി എന്ത് ബാധിക്കും എന്ന് പറഞ്ഞത് കേട്ടോ. അടുത്ത എന്താ? എഫക്ട്സ് ഓഫ് ഓയിൽ പ്രസന്റ് ഓൺ ദ സർഫേസ് ഓഫ് വാട്ടർ പ്രിവെന്റ്സ് വാട്ടർ ഓക്സിഡേഷൻ. ഓയിൽ പൊല്യൂഷൻ പ്ലാന്റ്സ് പ്രിവെന്റ് ഫോട്ടോസിന്തസിസ്, ഡിസീസ് ലൈക്ക് ജോണ്ടിസ്, ക്ലോർ. നമ്മൾ പറഞ്ഞ ഓയിൽ അല്ലെ, ഈ കടലിലും അവിടെ ഇവിടെയൊക്കെ എന്താ നമ്മൾ കപ്പലിലൊക്കെ ഓയിൽ കൊണ്ടുപോകുമ്പോൾ അത് സ്പ്ലിറ്റ് ആയിട്ടും അല്ലെങ്കിൽ അത് ഒഴുകിയിട്ടൊക്കെ നമ്മൾ വാട്ടർ, അവിടുത്തെ ആ വാട്ടർ സോഴ്സ് നമ്മൾ എന്ത് ചെയ്യാണ്? പൊല്യൂഷൻ ചെയ്യാണ്. പിന്നെ ജോണ്ടിസ്, കൊളേറ, ടൈഫോയിഡ്, ഡയറിയ ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ എന്ത് ചെയ്യും? വാട്ടർ പൊല്യൂഷൻ ആണെങ്കിൽ നമുക്ക് ഉണ്ടാവും. പിന്നെ മെൻമിയ ഡിസീസ്, റെഡ് ടൈഡ്, ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, മെത്തമോബിക് ഇറ്റോഫോറിഷ്യൻ. ഇത്രയും അസുഖങ്ങളൊക്കെ ഉണ്ടാവുന്ന പറഞ്ഞാൽ ഒന്നാമത് നമുക്ക് വാട്ടർ പൊല്യൂഷൻ ഉണ്ടായാൽ നമുക്കറിയാം നമുക്ക് നല്ല വെള്ളം കിട്ടൂല. പിന്നെ നമുക്ക് പല അസുഖങ്ങൾ വരും. അതിന്റെ ഡീറ്റെയിൽസ് ആണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ എഫക്റ്റ് ഓഫ്, പിന്നെ എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാൽ ഓയിലിന്റെ പ്രസൻസ് ആണ്. പിന്നെ പറഞ്ഞ പോലെ നമ്മളെ സീവേജ് വേസ്റ്റ്, ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ഒക്കെ ഇതിന് കാരണമാണ് അല്ലെ. പിന്നെ ഗംഗ ആക്ഷൻ പ്ലാൻ അറിയില്ലേ? ഗംഗ ആക്ഷൻ പ്ലാനും ഗംഗ എന്താണ്? അവിടെ വേസ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഇപ്പൊ അതൊരു എന്താ പറയാ, ഒരു ക്യാമ്പ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. പിന്നെ എക്സസ് യൂസ് ഓഫ് ഫ്ലോറൈഡ്സ് ലീഡ്സ് ടു ഫ്ലോറസൻസ് വിച്ച് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ മോട്ടിംഗ് ഓഫ് ടീത്ത്, വീക്ക്നെസ്, ബോൺസ്, ബോത്ത് ഷേപ്ഡ് പർഷൻ, നോക്ക്നീസ്. ഈ ഫ്ലൂറൈഡ്സ് ഒക്കെ, ലെഡ്സ് ഒക്കെ അടങ്ങിയിട്ടുള്ള വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടീത്തിന്, നമ്മുടെ ബോൺസ് ഒക്കെ വീക്ക് ആയിട്ട് മാറും. അങ്ങനെ കുറെ സംഭവങ്ങളുണ്ടാവും. പിന്നെ കാഡ്മിയം അടങ്ങിയിട്ടുള്ളതാണെങ്കിൽ നമുക്ക് വൊമിറ്റ് വരും, നോസിയ വരും, ഡയറിയ ഒക്കെ വരും. കൊബാൾട്ട് അടങ്ങിയിട്ടുള്ള വെള്ളമാണ് ലോ ബ്ലഡ് പ്രഷർ ആയിരിക്കും, ബോൺ എഫക്ട്സ് ചെയ്യും. പിന്നെ കൺസംഷൻ ഓഫ് പെസ്റ്റിസൈഡ് കണ്ടാമിനേറ്റ് വാട്ടർ വിൽ കോസ് ക്യാൻസർ.
ഇപ്പൊ ഈ അഗ്രികൾച്ചറിന് വേണ്ടി നമ്മൾ പെസ്റ്റിസൈഡ്സ് ഒക്കെ ഇതാക്കൂലേ, അതൊക്കെ എങ്ങോട്ടാ ഗ്രൗണ്ടിലേക്കാ പോകുന്നത്, അതും നമ്മൾ വാട്ടർ ബോഡീസിൽ പോകില്ലേ, അപ്പൊ നമുക്ക് ക്യാൻസറും കാര്യങ്ങളൊക്കെ വരുന്ന പറഞ്ഞു. കൺട്രോൾ ഓഫ് വാട്ടർ പൊല്യൂഷൻ എങ്ങനെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും? ഒന്ന് സീവേജ് ട്രീറ്റ്മെന്റ്, സെഡിമെന്റേഷൻ, ഡയലൂഷൻ, സ്റ്റോറേജ്, വേസ്റ്റ് സ്റ്റെബിലൈസേഷൻ, പോണ്ട് ഓർ ഓക്സിഡേഷൻ പോണ്ട്, പിന്നെന്താ റീസൈക്ലിംഗ്, ഓസോണിഫിക്കേഷൻ അല്ലെ. പിന്നെ അടുത്തെന്താ ന്യൂക്ലിയർ തെർമൽ റേഡിയേഷൻ പൊല്യൂഷൻ. റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻ ഇസ് ഡിഫൈൻഡ് ആസ് ദ ഇൻക്രീസ് ഇൻ ദ നാച്ചുറൽ റേഡിയേഷൻ ലെവൽസ് കോസ്ഡ് ബൈ ഹ്യൂമൻ ആക്ടിവിറ്റി. ഹ്യൂമൻ ആക്ടിവിറ്റി കാരണം എന്ത് ചെയ്യാണ്, നാച്ചുറൽ ആയിട്ടുള്ള റേഡിയേഷന്റെ ലെവല് കൂടുകയാണ്. അതെന്താണ് അപ്പോ ഒരു റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻ ആണ്. വിത്ത് ദ എക്സ്റ്റെൻസ് ഓഫ് ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ്, ദ പ്രസൻസ് ഓഫ് റേഡിയോ ആക്റ്റീവ് ഫ്ലോട്ട് ഇൻ ദ അറ്റ്മോസ്ഫിയർ. എക്സ്റ്റെൻസ് ആയിട്ടുള്ള ന്യൂക്ലിയർ പവർ പ്ലാന്റ്സിന്റെ ഇതാണ്. പിന്നെ അതുപോലെ തന്നെ റേഡിയോ ആക്റ്റീവിന്റെ പ്രസൻസ് കാരണം അറ്റ്മോസ്ഫിയറിൽ എന്ത് ചെയ്യും, അതൊക്കെ എന്ത് ചെയ്യും, മിക്സ് ആയിട്ട് പോയിട്ട് ഇൻക്രീസ്ഡ് റേഡിയേഷൻ പൊല്യൂഷൻ റാപ്പിഡ്ലി. ഈ റേഡിയേഷൻ പൊല്യൂഷൻ അങ്ങോട്ട് പെട്ടെന്നാണ് സ്പ്രെഡ് ആയിട്ട് മാറും. സോഴ്സ് ഓഫ് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ നാച്ചുറലി ഒക്കറിംഗ് റേഡിയോ ആക്റ്റീവ് എലമെന്റ്, മെഡിക്കൽ പ്രൊസീജിയേഴ്സ്, ന്യൂക്ലിയർ പ്ലാന്റ്സ് എക്സെട്ര. അപ്പൊ നമ്മൾ ഈ മെഡിക്കൽ പ്രൊസീജിയേഴ്സിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നത്, അതുപോലെ ന്യൂക്ലിയർ പവർ, ഇവിടെ നിന്നൊക്കെയാണ് എന്ത് ഉണ്ടാവുന്നത്, നമുക്ക് തെർമൽ പൊല്യൂഷൻ അല്ലെങ്കിൽ ന്യൂക്ലിയർ പൊല്യൂഷൻ ഉണ്ടാവുന്നത്. എഫക്ട്സ് ഓഫ് തെർമൽ റേഡിയേഷൻ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സോമാറ്റിക് എഫക്ട്. സോമാറ്റിക് എഫക്ട് എന്ന് പറഞ്ഞാൽ ദ എഫക്ട് ഓഫ് ദ ബോഡി ഇറ്റ്സെൽഫ് ബീങ് ഡയറക്റ്റ് കൺസേർട്ട് ടു ദ പേഴ്സൺ എക്സ്പോർട്ട് ടു റേഡിയേഷൻ. നമ്മളൊരു പേഴ്സൺ ഡയറക്റ്റ് ആയിട്ട് റേഡിയേഷനെ എക്സ്പോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ബോഡീനെ എന്ത് ചെയ്യും, എഫക്ട് ചെയ്യും. ജനറ്റിക് എഫക്ട് എന്ന് പറഞ്ഞാൽ ദ എഫക്ട് ദാറ്റ് ഇൻവോൾവ് മ്യൂട്ടേഷൻ ഓഫ് ദ ക്രോമോസോം ജെനറ്റിക് സെക്സ് സെൽസ്. ഇപ്പൊ നമ്മുടെ മുൻ ആൾക്കാർക്ക് ഈ റേഡിയേഷൻ തട്ടിയിട്ട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് സംഭവിക്കും, മ്യൂട്ടേഷൻ സംഭവിച്ച് ക്രോമോസോൺസ് ജെൻസ് സെക്സ് സെൽസ് ഒക്കെ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യും, അത് പാരമ്പര്യമായിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതാണ് ജനറ്റിക് എഫക്ട് എന്ന് പറഞ്ഞത്. പിന്നെ എന്താ റേഡിയേഷൻ ഡാമേജ് ലിവിങ് ടിഷ്യൂസ്. നമ്മുടെ ലിവിങ് ആയിട്ടുള്ള ടിഷ്യൂസ്, നമ്മുടെ ബോഡിയിലത്തെ ടിഷ്യൂസിനെ എന്ത് ചെയ്യും, അത് ഡാമേജ് ചെയ്യും. ഹൈ ഇന്റൻസിറ്റി ആൻഡ് ലോങ് ഡ്യൂറേഷൻ ഓഫ് എക്സ്പെരിമെന്റ് മേ കിൽ ദ ഓർഗാനിസം ഇമീഡിയറ്റ്ലി ഓർ വിത്തിൻ ഫ്യൂ ഡേയ്സ്. ഓക്കെ. Low dose of radiation cause radiation sickness with few days. Irradiation of fetus associated with increased risk of microcephaly and malignant disease in childhood. ചൈൽഡ്ഹുഡിൽ ഈ റേഡിയേഷൻ ഫീച്ചേഴ്സിനൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഹൈലി റിസ്ക് ആണ്. പിന്നെ ലോ ഡോസ് ഓഫ് റേഡിയേഷൻ കോസ് സിക്നസ് വിത്ത് ഫ്യൂ ഡേയ്സ്. റേഡിയേഷന്റെ കോഴ്സ് കുറഞ്ഞാലും അത് പ്രശ്നം തന്നെയാണ് അല്ലെ. പിന്നെ എന്തൊക്കെയാണ് റേഡിയേഷൻ ബ്ലോക്ക് മെത്തോസിസ്, ലിസ്ഫോണിയ, റേഡിയേഷൻ കോസ് കോൺട്രാക്ട് ഇൻ ദ ഐസ്. കാറ്ററാക്ട് ഇല്ലേ, അത് റേഡിയേഷൻ സംഭവിച്ച് നമ്മളിത് കണ്ണൊക്കെ പവർ കുറയൂലേ, അതൊക്കെയാണ് പറയാം. Children who live in the area of radium soil content prone to have same mental retardation, chromosome damage and many cause of malnutrition were recorded. എന്ന് പറഞ്ഞപ്പോ റേഡിയേഷൻ തട്ടിക്കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് ഇടയിൽ എന്ത് സംഭവിക്കുന്നുണ്ട്, ഒരു ക്രോമോസോമിന്റെ ഡാമേജ് വരുന്നുണ്ട്. അങ്ങനെ പല ഡിസീസ് ഉണ്ട്, മെന്റൽ റിട്ടാർഡേഷൻ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാ പറഞ്ഞത്. നമുക്കിനി എങ്ങനെയാണ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്? യൂസ് ഓഫ് ഗ്ലാസ് സ്പെക്ടക്കിൾസ് വിത്ത് പ്രൊട്ടക്ട് ദ ഐസ് ഫ്രം ദ അൾട്രാവയലറ്റ് ലൈറ്റ് ഗ്ലാസ് സ്പെക്ടക്കിൾസ് ഇല്ലേ, അത് നല്ല ഇത് യൂസ് ചെയ്യാം. വിസിബിൾ ലൈറ്റ് നാച്ചുറൽ യു വി ഡാമേജ് കൺസിഡറബിളി. വിസിബിൾ ആയിട്ടുള്ള യു വി ഒക്കെ എന്ത് ചെയ്യും, നമ്മള് ഡാമേജ് ചെയ്യുന്ന പറഞ്ഞത്. പിന്നെന്താണ് റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്സ് ആർ യൂസ്ഡ് ആസ് ഫ്യൂൽസ് ഇൻ അറ്റോമിക് പവർ പ്ലാന്റ്. പിന്നെന്താണ് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് മസ്റ്റ് ബി സ്റ്റോർഡ് ഇൻ അണ്ടർഗ്രൗണ്ട് ടാങ്ക്സ് വെർ ദേ ഗ്രാജുവലി ഡീക്കേ ഇൻ ഹാർംഫുൾ മാനർ. ഈ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള വേസ്റ്റിനൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ അണ്ടർഗ്രൗണ്ടിലെ ടാങ്കിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, സ്റ്റോർ ചെയ്ത് വെക്കാൻ. അല്ലെങ്കിൽ എന്ത് ചെയ്യും, അത് ഡീക്കേ ചെയ്യും തോറും നമുക്കത് ഹാർംഫുൾ ആയിട്ട് മാറുന്ന പറഞ്ഞത്. പിന്നെ ദ വർക്കേഴ്സ് ഷുഡ് വിയർ റേഡിയേഷൻ ഇൻഡിക്കേഷൻ. നമ്മൾ പറയില്ലേ റേഡിയേഷൻ, റേഡിയോളജി ഒക്കെ പഠിക്കുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെ. റേഡിയേഷൻ സംഭവിച്ചിട്ട് അവിടെ മുടി കൊഴിയാം, പല അസുഖങ്ങളും വരാൻ ചാൻസ് ഉണ്ട് റേഡിയേഷൻ. നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ വർക്കേഴ്സിന്റെ സൂട്ടും കാര്യങ്ങളും ഒക്കെ ധരിക്കാം. ഓൾ ആറ്റം ആൻഡ് ഹൈഡ്രജൻ ബോംബ് സ്റ്റോക്ക് പൈൽ മസ്റ്റ് ബി ഇൻ ഡിസ്മാനേജ്. ആറ്റോമിക് പവേഴ്സ് മസ്റ്റ് ബി പ്രോപ്പർലി കൺട്രോൾ ആൻഡ് മാനേജ്. ഈ ആറ്റോമിക് പവർ പ്ലാന്റ്സ് ഒക്കെ എന്ത് ചെയ്യണം, പ്രോപ്പർലി നമ്മൾ കൺട്രോൾ ചെയ്യും വേണം, അത് മാനേജ് ചെയ്യുകയൊക്കെ വേണം. Radiative waste from nuclear plants reactors should be kept in the lead boxes for long time so that pollution prevented. നമ്മൾ ഈ റേഡിയോ ആക്റ്റീവ് വേസ്റ്റും ന്യൂക്ലിയർ പവർ പ്ലാന്റ്സൊക്കെ വേസ്റ്റ് എന്ത് ചെയ്യണം, നമ്മള് ഒരു ലെഡ് ബോക്സിൽ വേണം നമ്മളത് എന്ത് ചെയ്യാൻ, പ്രിവെന്റ് ചെയ്യാൻ. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും, അത് പൊല്യൂഷൻ, ലാൻഡ് പൊല്യൂഷൻ സംഭവിക്കും. എക്സ്പെരിമെന്റ്സ് ആർ ബീങ് കണ്ടക്ടഡ് ബൈ നേഷൻസ് either in deserts or seas or with the World Health Organization. അപ്പൊ നമ്മൾ എക്സ്പെരിമെന്റ്സ് ഒക്കെ എന്ത് ചെയ്യണം, അപ്പൊ റേഡിയേഷനുമായിട്ടുള്ള എക്സ്പെരിമെന്റ്സ് ഒക്കെ ഒന്നുകിൽ വല്ല സീയിലോ അല്ലെങ്കിൽ ഓഷ്യനിലോ ഡെസേർട്ടിലോ ഒക്കെ കൊണ്ടുപോയി ചെയ്യണം. അതാകുമ്പോൾ നമുക്ക് കുറച്ച് കുറയും എന്നാ പറഞ്ഞത്. യുണൈറ്റഡ് നേഷൻ പ്ലേ ആൻഡ് സിഗ്നിഫിക്കന്റ് റോൾ സച്ച് എക്സ്പെരിമെന്റ്. ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനത്തെ എക്സ്പെരിമെന്റ്സിനൊക്കെ ഒരു തടയിടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതൊക്കെ നല്ലതിൽ നടക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യുന്നുണ്ട്, കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്ന് പറയാം. അടുത്തെന്താണ് ലൈറ്റ് പൊല്യൂഷൻ. ലൈറ്റ് പൊല്യൂഷൻ ഓൾസോ നോൺ എസ് ഫോട്ടോ പൊല്യൂഷൻ ഓർ ലൂമിനസ് പൊല്യൂഷൻ ഇസ് എൻ എക്സസീവ് മീഡിയേഷൻ ഓഫ് സ്ട്രീവ് ആർട്ടിഫിഷ്യൽ ലൈറ്റ്. ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള എക്സസീവ് ആയിട്ടുള്ള ലൈറ്റിന് എന്ത് സംഭവിക്കുകയാണ്, അതൊരു പൊല്യൂഷൻ ആയിട്ട് മാറുകയാണെന്നാ പറഞ്ഞത്. ഇപ്പോ നമ്മൾ പറഞ്ഞ യു വി ലൈറ്റ്സും കാര്യങ്ങളൊക്കെ അല്ലെ. പിന്നെന്താടാ
ലൈറ്റ് പൊല്യൂഷൻ ഇസ് ഡിഫൈൻഡ് അറ്റ് എക്സസീവ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ലൈറ്റിന്റെ ബ്രൈറ്റ്നസ് ഒക്കെ നൈറ്റ് സ്കൈ എഫക്ട്സ് നാച്ചുറൽ എൻവയോൺമെന്റ് മീൻസ് ഇൻ ദ ക്രിട്ടിസൺ ടൗൺ ഡ്യൂ ടു സ്ട്രീറ്റ് ലൈറ്റ് ബിൽഡിങ്സ് വെഹിക്കിൾസ്. ഇപ്പൊ നമ്മൾ ഈ വെഹിക്കിൾസിൽ ഉണ്ടാവുന്ന ലൈറ്റ്സ് അതൊക്കെ ശരിക്കും കുറച്ചൊക്കെ പൊല്യൂഷൻ തന്നെയാണ്. പിന്നെ ഈ ബിൽഡിങ്സ് സ്ട്രീറ്റ് ലൈറ്റിലൊക്കെ ഉണ്ടാവുന്നത് ഒക്കെ എന്താണ് ഭയങ്കര ബ്രൈറ്റ്നസ് കൂടിയതായിട്ടുള്ള ലൈറ്റ് ഒക്കെ നമുക്ക് ബുദ്ധിമുട്ടാണായിട്ട് വരാം. ക്യാൻ ബി ഡിവൈഡ് ഇൻ ടു മെയിൻ ടൈപ്സ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. എന്താണ് ഒന്ന് അൺപ്ലസന്റ് ലൈറ്റും ഒന്ന് എക്സസീവ് ലൈറ്റും. എന്താണ് അൺപ്ലസന്റ് ലൈൻ? ദാറ്റ് ഇൻട്രൊഡ്യൂസ് ഓൺ നാച്ചുറൽ ഓർ ലോ ലൈറ്റ് സെറ്റിംഗ്. ഒരു ലോ ലൈറ്റിംഗ് ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ലൈറ്റിന് അൺപ്ലസന്റ് ലൈൻ എന്ന് പറയാം. എക്സസീവ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ലെറ്റ്സ് ടു ഡിസ്കംഫർട്ട് ആൻഡ് അഡ്വേഴ്സ് ഹെൽത്ത് എഫക്ട്സ്. നമ്മുടെ ഹെൽത്തിന് എന്താ പറയാ ഭീഷണിയായിട്ടുള്ള അല്ലെങ്കിൽ ഡിസ്കംഫർട്ട് ആയിട്ടുള്ള ലൈറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എക്സസീവ് ലൈറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇപ്പോ നമ്മൾ ലൈറ്റ് പൊല്യൂഷൻ കാരണം എന്തൊക്കെ സംഭവിക്കുന്നത്? ലൈറ്റ് ട്രെസ്പാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? occurs when unwanted light enters one's property, for instance by shining over neighbor fence. A common light trespass probably has strong light and enters the window of one's and causing problems such as sleep deprivation ആകും. ഈ ലൈറ്റ് ട്രെസ്പാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത ഫെൻസിലെ നെയ്ബറിംഗ് ഈ മതിലൊക്കെ അല്ലേ, അവിടെയൊക്കെയാണ് ഇത് ഉപയോഗിക്കാം. നമ്മൾ ആരെങ്കിലും ഒക്കെ മൂവ് ചെയ്യുക അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ട്രെസ്പാസ് ചെയ്യുന്നതിന് ഇപ്പൊ നമ്മൾ അറിയാത്ത ആരെങ്കിലും ഒക്കെ ഇതാവണേ അവിടെ ഒരു ലൈറ്റ് അവരെന്ത് ചെയ്യും? പാസ് ചെയ്യിപ്പിക്കുകയാണ്. അതൊക്കെ ഭയങ്കര കേടാ. ഓവർ ലുമിനേഷൻ ഇൻ ദ എക്സസീവ് യൂസ് ഓഫ് ലൈറ്റ്. Glare is the result excessive contrast between bright and dark view. പിന്നെന്താ clutter refers to excessive grouping of light. ഈ എക്സസീവ് ആയിട്ടുള്ള ഗ്രൂപ്പിംഗ് ഓഫ് ലൈറ്റ് ഒക്കെ എന്താണ് നമുക്ക് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ അതൊരു എന്താണ് ഭയങ്കര ഇതാണ്. ടു മെനി ബ്രൈറ്റ് ലൈറ്റ്സ് ഇസ് വൺ ഏരിയ. ഒരു ഏരിയയിൽ കുറേ ലൈറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബിഗ് സിറ്റിയിലൊക്കെ അല്ലെ, അതൊക്കെ ഭയങ്കര അതാണ് ക്ലട്ടർ എന്ന് പറയുന്നത്. ഗ്ലാരി എന്ന് പറഞ്ഞാൽ എന്താണ്? ടു മച്ച് ബ്രൈറ്റ്നസ് ദാറ്റ്സ് കോസ് വിഷ്വൽ ക്രിറ്റിസിസം. ഭയങ്കരമായിട്ടുള്ള ബ്രൈറ്റ്നസ്സിനുള്ളതാണ് ഗ്ലാരി എന്ന് പറയുന്നത്. ക്ലട്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ലൈറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്ലട്ടർ എന്ന് വിളിക്കുന്നത്. ടൈപ്സ് ഓഫ് ലൈറ്റ് ആണ് എക്സസീവ് ലുമിനേഷൻ, ട്രെസ്പാസിൽ അല്ലെ, ഈ എന്താണ് ഉണ്ടാവുന്ന സ്ട്രീറ്റ് ലൈറ്റിനൊക്കെയാണ്. ഗ്ലാരി എന്ന് പറഞ്ഞാൽ പറഞ്ഞു അല്ലെ. പിന്നെ ലൈറ്റ് ക്ലട്ടർ എന്ന് പറഞ്ഞാൽ കുറേ ലൈറ്റ് അല്ലെ, സ്കൈ ഗ്ലോ, ഇതൊക്കെയാണ് എന്ത് ടൈപ്സ് ഓഫ് ലൈറ്റ് പൊല്യൂഷൻ എന്ന് പറയുന്നത്. എഫക്ട്സ് ഓഫ് ലൈറ്റ് പൊല്യൂഷൻ എന്തൊക്കെ എഫക്ട്സ് ആണ് ഉണ്ടാവുന്നത്? ഹ്യൂമൻ ബീങ്സിൽ ഡിസ്റ്റർബൻസ്, എനർജി വേസ്റ്റ് ഉണ്ടാവും അല്ലെ, എനർജി നമ്മൾ വേസ്റ്റ് ആക്കിക്കൊണ്ടേയിരിക്കാം. എഫക്ട്സ് ഓൺ ആനിമൽ, ഹ്യൂമൻ ആൻഡ് സൈക്കോളജി. സൈക്കോളജി പരമായിട്ട് നമ്മൾ ഹ്യൂമൻസിനാണെങ്കിലും ആനിമൽസിന്റെ ഒക്കെ ഹെൽത്തിന് എന്ത് ചെയ്യും? അത് ഡിസ്റ്റർബൻസ് ആവും. ഡിസ്ക്രിപ്ഷൻ ഓഫ് എക്സോസിസ്റ്റം, എഫക്ട് ഓഫ് ആസ്ട്രോണമി, ഇൻക്രീസ് ഇൻ അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ. ഇപ്പൊ നമ്മൾ ചുരുക്കത്ത് പറയുകയാണെങ്കിൽ ഇപ്പൊ ഹ്യൂമന്റെ കേസിലാണെങ്കിൽ നമ്മുടെ സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ആവും, ഹെഡ് ഏക്കും കാര്യങ്ങളൊക്കെ വരും. ഇപ്പൊ അനിമൽസിലാണ് എന്നുണ്ടെങ്കിൽ അവര് ഡിപ്പെൻഡ് ഓൺ നാച്ചുറൽ ലൈറ്റ്, അവരുടെ മൂവ്മെന്റും റീപ്രൊഡക്ഷനും ഒക്കെ അത് സംഭവിക്കും അല്ലെ. എനർജി എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് എനർജി വരെ വേസ്റ്റ് ചെയ്യാണ്. ഇതൊക്കെയാണ് എഫക്ട്സ് ഓഫ് ലൈറ്റ് പൊല്യൂഷൻ. റിഡക്ഷൻ ഓഫ് ലൈറ്റ് പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? യൂട്ടിലൈസേഷൻ ലൈറ്റ് സോഴ്സ് ഓഫ് മിനിമം ഇന്റൻസിറ്റി നെസസറി ടു ലൈറ്റ്. നമുക്ക് ആവശ്യമുള്ള ലൈറ്റ് എന്ത് ചെയ്യും? മിനിമം ആയിട്ട് യൂസ് ചെയ്യാം. ടേണിംഗ് ലൈറ്റ് ഫ്രോം വെൻ ആർ നോട്ട് നീഡഡ്. നമുക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ലൈറ്റ്സ് ഒക്കെ ടേൺ ഓഫ് ചെയ്യണം. ഇംപ്രൂവിംഗ് ലൈറ്റ് ഫിക്ചേഴ്സ് സോ ദേ ഡയറക്ട് ദ ലൈറ്റ് മോർ അക്യുറേറ്റ് ടുവേർഡ്സ് വെർ ഇറ്റ്സ് നീഡഡ് ആൻഡ് വിത്ത് ലെസ് സൈഡ് എഫക്ട്സ്. എവിടേക്കാണോ ലൈറ്റ് വേണ്ടത് അവിടെ മാത്രം വെക്കുക. ഓക്കെ, ഫിക്ചേഴ്സ് ഇംപ്രൂവിംഗ് ഇതാക്കുക, അതുകൊണ്ട് എല്ലായിടത്തും വെച്ചിട്ട് ആ ഒരു ഇതാക്കരുത്. അഡ്ജസ്റ്റിംഗ് ദ ടൈപ്പ് ഓഫ് ലൈറ്റ് യൂസ്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ലൈറ്റ്സ്, ഇപ്പൊ ബ്രൈറ്റ്നസ് കൂട്ടാനും കുറക്കാനും ഒക്കെ പറ്റുന്ന ഒരു യൂസ് ചെയ്യാം. ഇവാലുവേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് ലൈറ്റ് പ്ലാൻസ് ആൻഡ് റീഡിസൈൻ സ്മോളർ പ്ലാൻസ് ഡിപെൻഡിംഗ് വെദർ ദ എക്സിസ്റ്റിംഗ് ലൈറ്റ് ഇസ് നാച്ചുറൽ. ഇപ്പോ കുറെ സ്ഥലത്ത് ആവശ്യമില്ലാത്തൊക്കെ ഉണ്ട്, അതൊക്കെ എന്ത് ചെയ്യാണ്? ഒന്നും ഡിസൈൻ ചെയ്യുക, ആവശ്യമുള്ള മാത്രം വെച്ച് ആവശ്യമില്ലാത്തൊക്കെ ഒഴിവാക്കുന്ന രീതി. അടുത്ത എന്താണ്? സോളിഡ് വേസ്റ്റ് പൊല്യൂഷൻ. സോളിഡ് വേസ്റ്റ് പൊല്യൂഷൻ എനി അൺവാണ്ടഡ് ഓർ ഡിസ്കാർഡഡ് മെറ്റീരിയൽ ഫ്രം റെസിഡൻഷ്യൽ, കൊമേഴ്ഷ്യൽ, ഇൻഡസ്ട്രിയൽ, മൈനിങ്, അഗ്രികൾച്ചർ ആക്ടിവിറ്റി. നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽസ്, അതിനിപ്പോ കൊമേഴ്ഷ്യൽ ആണെങ്കിലും ഇൻഡസ്ട്രിയൽ ആണെങ്കിലും മൈനിലൊക്കെ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സോളിഡ് വേസ്റ്റ്. എൻവയോൺമെന്റിന് പ്രോബ്ലം ആവുന്ന വേസ്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സോളിഡ് വേസ്റ്റ് എന്ന് പറയുന്നത്. സോളിഡ് വേസ്റ്റ് ഇസ് ഓഫൺ കോൾഡ് ദ തേർഡ് പൊല്യൂഷൻ ആഫ്റ്റർ എയർ ആൻഡ് വാട്ടർ പൊല്യൂഷൻ. എയറും വാട്ടറും കഴിഞ്ഞ തേർഡ് പൊല്യൂഷൻ എന്ന് പറയുന്നത് സോളിഡ് വേസ്റ്റിനെയാണ്. ദ എമൗണ്ട് ഓഫ് സോളിഡ് വേസ്റ്റ് പ്രൊഡ്യൂസ് അർബൻ ഇന്ത്യ ഇസ് സഡൻലി റാപ്പിഡ്ലി ഇൻക്രീസ്. അർബൻ ഇന്ത്യയിൽ സോളിഡ് വേസ്റ്റിന്റെ എണ്ണം വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇംപ്രോപ്പർ ഹാൻഡ്ലിംഗ് ഓഫ് സോളിഡ്സ് ഡേഞ്ചറസ് ടു ഹെൽത്ത് ആൻഡ് എൻവയോൺമെന്റ്. ഇത് ഇംപ്രോപ്പർ ആയിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ എൻവയോൺമെന്റിനും നമ്മുടെ ഹെൽത്തിനും എന്താണ്? ബുദ്ധിമുട്ടാണ്. അടുത്തെന്താണ്? ടൈപ്സ് ഓഫ് സോളിഡ് വേസ്റ്റ് ഏതൊക്കെയാണ്? ഡൊമസ്റ്റിക് വേസ്റ്റ്, മുനിസിപ്പൽ വേസ്റ്റ്, ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, അഗ്രികൾച്ചർ. ഡൊമസ്റ്റിക് വേസ്റ്റ് നമ്മൾ പറഞ്ഞു എന്താണ്? നമ്മുടെ വീടുകളിൽ, നമ്മുടെ മുനിസിപ്പൽ ഏരിയയിൽ. ഇൻഡസ്ട്രിയൽ വേസ്റ്റ് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഫാക്ടറീസും ഒക്കെ ഉണ്ടാവുന്ന. അഗ്രികൾച്ചർ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നടത്തുന്ന എന്താണ് ഫാമിങ്ങിൽ ഉണ്ടാവുന്ന. എഫക്ട്സ് ഓഫ് സോളിഡ് വേസ്റ്റ്. ഈ സോളിഡ് വേസ്റ്റ് എഫക്ട് ചെയ്ത എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാവുക? എന്തൊക്കെയാണ് എഫക്ട്സ് ഉണ്ടാവുക? സോയിൽ പൊല്യൂഷൻ ഉണ്ടാവും അല്ലെ, നമ്മൾ ഈ സോയിൽ പൊല്യൂഷൻ ഉണ്ടാവും, അതുപോലെ വാട്ടർ പൊല്യൂഷൻ ഉണ്ടാവും, എയർ പൊല്യൂഷൻ, വൈൽഡ് ലൈഫിന് ഹാം ആവും, പിന്നെ ചില ഡിസീസസ് ഒക്കെ സ്പ്രെഡ് ആവും അല്ലെ, മലേറിയ, കോളറ, അങ്ങനത്തെ ഡെങ്കു,
അല്ലെ? മോസ്കിറ്റോസും റാറ്റ്സ് ഒക്കെ കാരണം അതും സംഭവിക്കും. ഇവിടെ എന്തൊക്കെയാ പറഞ്ഞത്? ഡ്യൂ ടു ഇംപ്രോപ്പർ ഡിസ്പോസൽ മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് ഓൺ ദ റോഡ് സൈഡ് ആൻഡ് ദർ ഇമീഡിയറ്റ് അറൌണ്ട് ബയോഡിഗ്രിമെന്റ് അണ്ടർഗ്രോ ഡിക്കമൻ ദിസ് പ്രൊഡ്യൂസ് ഫോൾ സ്മെൽ ആൻഡ് ബ്രെഡ്സ് വേരിയസ് ടൈപ്പ് ഇൻസെക്ട് വിച്ച് സ്പോയിൽ ദ ലാൻഡ്. എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ നമ്മള് മുനിസിപ്പൽ വേസ്റ്റ് എന്ത് ചെയ്യുക? സോളിഡ് വേസ്റ്റ് വല്ല റോഡ് സൈഡിലോ അല്ലെങ്കിൽ സറൗണ്ടിങ്സിൽ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടാൽ അതെന്ത് സംഭവിക്കും? അതൊരു ബയോഡിഗ്രേഡൽ മെറ്റീരിയൽ അണ്ടർഗോ ഡീകമ്പോഷനിൽ പോകുമ്പോൾ അതെന്ത് സ്മെല്ല്? ഫോൾ സ്മെൽ, ഒരു വൃത്തികെട്ട സ്മെല്ലൊക്കെ ഉണ്ടാവും അല്ലെ? അവിടെ നിന്നിട്ട് ഇൻസെക്ട്സും ഒക്കെ വന്നിരുന്ന് നമുക്ക് എന്ത് ബുദ്ധിമുട്ടാവും അല്ലെ? പ്ലാസ്റ്റിക് ഡു നോട്ട് റോട്ട് ലൈക്ക് അതർ മെറ്റീരിയൽ ബട്ട് ദേ ക്യാൻ ബി ബേൺഡ്. പ്ലാസ്റ്റിക്കിന് നമുക്ക് അവിടെ ഇവിടെ ഉണ്ടാവും, പക്ഷെ ബേൺ ചെയ്യാൻ പറ്റും. ദിസ് പെർട്ടിക്കുലർ ഒബ്ജക്ട് മീൻസ് ദാറ്റ് ഇറ്റ് ഫോംസ് ഹൈലി കൊറോസീവ് ഹൈഡ്രോക്ലോറിക് ആസിഡ് വെൻ ബേൺ. പക്ഷെ PVC പൈപ്പിൽ ഭയങ്കര ഹൈലി റിസ്ക് ആണ്, കാരണം അത് ബേൺ ചെയ്ത ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒക്കെ സംഭവിക്കും, വിച്ച് ഈസ് ആൻ എക്സ്ട്രീം ന്യൂസൻസ് ഓഫ് ഓപ്പറേഷൻ ഓഫ് റിഫ്യൂസിന്. പിന്നെ ദ ഹൈ ടെമ്പറേച്ചർ യൂസ്ഡ് ടു ബേണിംഗ് വേസ്റ്റ് PVC ഇറ്റ് ഈസ് പോസിബിൾ ഹൈലി പോസ്റ്റനസ്. ഈ PVC ഒക്കെ ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണം? നല്ല ഹൈ ആയിട്ടുള്ള കാര്യങ്ങൾ, ടെമ്പറേച്ചർ വേണം. അതുകൊണ്ട് തന്നെ അത് ഭയങ്കര ഹാർംഫുൾ ആയിട്ടുള്ള പോയിസൺ ആയിട്ടുള്ള ഗ്യാസ് ആണ് പുറത്തു വിടുന്നതെന്നാ പറഞ്ഞത്. നമ്മൾ പറഞ്ഞ പോലെ ചുരുക്കം പറയുകയാണെങ്കിൽ ഡിസീസസ് ആവും എന്ന് പറഞ്ഞു. പിന്നെ എന്തൊക്കെയാ പറഞ്ഞത്? ദ ലിസ്റ്റ് ഓഫ് ഡിസീസ് കോസ്ഡ് ബൈ ഡ്യൂ ടു ഇംപ്രോപ്പർ ഡിസ്പോസൽ ഹോസ്പിറ്റൽ വേസ്റ്റ് ഈസ് എൻലെസ്, ഇറ്റ് കോസ് സർവീസ്. അപ്പൊ ഈ ഹോസ്പിറ്റൽ വേസ്റ്റും കാര്യങ്ങളൊക്കെ എന്താ? സോളിഡ് വേസ്റ്റ് ആണ്. പിന്നെ നമ്മൾ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ പറഞ്ഞത്? ഫാക്ടറീസ്, വലിയ വലിയ ഫാക്ടറീസിലുള്ളതൊക്കെ സോളിഡ് വേസ്റ്റ്, ടോക്സിക് ആയിട്ടുള്ള മെറ്റീരിയൽ, നമ്മുടെ എൻവയോൺമെന്റിനെ ബാധിക്കുന്ന മെറ്റീരിയൽസ് ഒക്കെ എന്താണ്? സോളിഡ് വേസ്റ്റ് ആണ് അല്ലെ? അപ്പൊ പിന്നെ അത് ലിവറിനെ, കിഡ്നീനെ ഇതൊക്കെ എന്ത് ചെയ്യും? ഡാമേജ് ചെയ്യും അല്ലെ? അത്രയും കാര്യങ്ങളല്ലേ പറഞ്ഞത്? എഫക്ട്സ് ഓഫ് സോളിഡ് വേസ്റ്റ് അല്ലെ? അപ്പൊ അത് കഴിഞ്ഞില്ലേ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഈ ക്രോമിയം, ബെൻസിയം, കറോണിജേനിക്, കാഡ്മിയം ക്യാൻ ബി ഫ്രീ റെഡ്. ഇത്രയും ഐറ്റംസ് ഒക്കെ എന്താണ്? അത് സോളിഡ് വേസ്റ്റ് ആണ്, നമ്മുടെ എൻവയോൺമെന്റിൽ ഭയങ്കരമായിട്ട് ഹാർംഫുൾ ആണ് അല്ലെ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? താങ്ക് യു.